ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയായിരുന്നു, ക്യൂബിൻ്റെ എക്സാമ്പിൾ. എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി പോർഷൻസിലേക്ക് പോവാം. A function definition which appear before or after the main function. The function defined before the void main is called a global function, and hence the function declaration is not required. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്. ലോക്കൽ ഫങ്ഷനും ഉണ്ട്, ഗ്ലോബൽ ഫങ്ഷനും ഉണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത എക്സാമ്പിളിൽ ഈ ഫ്ലോട്ട് ക്യൂബ് എന്ന് പറയുന്നത് മെയിൻ ഫങ്ഷൻ എഴുതിയതിന് ശേഷമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഫങ്ഷൻസിന് പറഞ്ഞ പേര് ലോക്കൽ ഫങ്ഷൻ എന്ന് പറയും. ഒരു ലോക്കൽ ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫങ്ഷൻ ഡിക്ലറേഷൻ്റെ ആവശ്യമുണ്ട്. അതായത് ഈ ഒരു ലൈൻ കണ്ടോ, ഫ്ലോട്ട് ക്യൂബ് ബ്രാക്കറ്റിൽ ഫ്ലോട്ട് എന്നുള്ള ഈ ഒരു ലൈൻ, ഇതാണ് ഫങ്ഷൻ ഡിക്ലറേഷൻ. ഒരു ലോക്കൽ ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ എപ്പോഴും ഫംഗ്ഷൻ ഡിക്ലറേഷൻ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ എറർ കാണിക്കും. അതേസമയത്ത് വോയിഡ് മെയിൻ എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ മെയിൻ ഫംഗ്ഷന് മുമ്പായിട്ട് എനിക്ക് ഇത് എഴുതാം. ഇത്രയും സ്റ്റെപ്സ് മെയിൻ ഫംഗ്ഷന് മുമ്പാണ് ഞാൻ എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് പറയും. ഒരു ഗ്ലോബൽ ഫംഗ്ഷന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റിനെ കുറിച്ചാണ്. ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ്, ഇവിടെ ക്യൂബ് എക്സ് എന്ന് പറയുന്നത്, അതായത് ബ്രാക്കറ്റിൽ കിടക്കുന്ന എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് ഞാൻ ഈ എയിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്, ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഇനി ഈ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഭാഗത്ത് ഞാൻ ഒന്നും പാസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എ എന്ന് പറയുന്ന വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ടൊരു വാല്യൂ അങ്ങ് എടുക്കും. അതിനെയാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. Okay, a default value can be set for parameter of a function. Default value is set during declaration of function and it comes to use when the function call doesn't supply value. അതായത് നമ്മളൊരു വാല്യൂ സപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ അതങ്ങ് ചൂസ് ചെയ്യും. അതിനാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ കോൺസ്റ്റൻ്റ് ആർഗ്യുമെൻറ്റ്സ്. കോൺസ്റ്റൻ്റ് ആർഗ്യുമെൻറ്റ്സ് നമുക്കറിയാം, ആക്സസ് സ്പെസിഫയർ കോൺസ്റ്റൻ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് എ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് ശരിക്കും ഡിഫോൾട്ട് അല്ല കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയർ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആയിരിക്കും കോൺസ്റ്റൻ്റ് ആർഗ്യുമെൻറ്റ്സ്. അതിൻ്റെ പ്രത്യേകത, പ്രോഗ്രാമിൻ്റെ റണ്ണിങ്ങിനിടയ്ക്ക് ഈ വാല്യൂസിന് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് കോൺസ്റ്റൻ്റ് ആർഗ്യുമെൻറ്റ്സ്. ഇനി രണ്ട് ടൈപ്പ് പാരാമീറ്റേഴ്സ് ഉണ്ട്. പാരാമീറ്റേഴ്സ് ഗിവൺ ഇൻ ഫംഗ്ഷൻ കോൾ ഈസ് നോൺ ആസ് ആക്ച്വൽ പാരാമീറ്റർ. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എഴുതുന്ന വേരിയബിളിന് പറയുന്ന പേരാണ് ആക്ച്വൽ പാരാമീറ്റർ എന്നും, ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് എഴുതുന്ന പാരാമീറ്റേഴ്സിന് പറഞ്ഞ പേരാണ് ഫോർമൽ പാരാമീറ്റർ. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ആ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇവിടെ ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. ഇവിടെ എക്സ് എന്ന് പറയുന്നതാണ് എന്ത് പാരാമീറ്ററാണ്? ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തുള്ള പാരാമീറ്ററിന് പറയുന്ന പേര് ആക്ച്വൽ പാരാമീറ്റർ എന്നാണ് പറയുന്നത്. സോ ഈ ഒരു എക്സാമ്പിളിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആക്ച്വൽ പാരാമീറ്ററാണ്. ഇനി ഫോർമൽ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് നമ്മൾ എഴുതുന്ന വേരിയബിളാണ് ഫോർമൽ പാരാമീറ്റർ. അപ്പം എ ആണ് ഫോർമൽ പാരാമീറ്റർ. എക്സ് എന്ന് പറയുന്നത് ആക്ച്വൽ പാരാമീറ്ററും എ എന്ന് പറയുന്നത് ഫോർമൽ പാരാമീറ്ററുമാണ്. ഓക്കെ, അതാണ് രണ്ട് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫംഗ്ഷൻ കോളിംഗ് ഫംഗ്ഷൻസ്. ഒരു ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിനാണ് ഫംഗ്ഷൻ കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിനകത്ത് നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ടാണ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ടു ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ കോളിംഗ് എ ഫംഗ്ഷൻ? രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തത് കോൾ ബൈ വാല്യൂ മെത്തേഡും രണ്ടാമത്തത് കോൾ ബൈ റെഫറൻസ് മെത്തേഡും. ആദ്യം ഞാൻ കോൾ ബൈ വാല്യൂ മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്യൂബിൻ്റെ എക്സാമ്പിളും ശരിക്കും പറഞ്ഞാൽ കോൾ ബൈ വാല്യൂ മെത്തേഡാണ്. റൈറ്റ് എ പ്രോഗ്രാം ടു സ്വാപ്പ് ടു വാല്യൂസ് യൂസിങ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. എന്താണ് സ്വാപ്പ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്വാപ്പിംഗ് എന്ന്. ഓക്കെ, അപ്പം ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അത് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നോക്കിക്കോളൂ. ഇതൊക്കെ നമുക്കറിയാം. ക്ലിയർ സ്ക്രീൻ, വോയിഡ് സ്വാപ്പ്. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ലോക്കലായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ഡിക്ലറേഷൻ വേണ്ടി വന്നത്. ഓക്കെ, ഇനി ഇൻറ്റ് എക്കും ബിക്കും ഞാൻ വാല്യൂസ് ഇപ്പോഴേ അങ്ങ് സെറ്റ് ചെയ്യുകയാണ്. A = 7, B = 4.
ഇനി ആ വാല്യൂസ് ആദ്യമേ തന്നെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. ദി ആക്ച്വൽ വാല്യൂ ഓഫ് എ ഈസ് 7 ആൻഡ് ബി ഈസ് 4. ഇനി സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാനിവിടെ കോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഞാൻ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എയുടെ വാല്യൂ ഇങ്ങോട്ടും ബിയുടെ വാല്യൂ ഇങ്ങോട്ടും പാസ് ചെയ്ത് കൊടുക്കും. അതായത് എ വിൽ ബി സ്റ്റോർഡ് ഇൻ എക്സ് ആൻഡ് ബി വിൽ ബി സ്റ്റോർഡ് ഇൻ വൈ. അങ്ങനെ വാല്യൂസ് എക്സിലേക്കും വൈയിലേക്കും പാസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് എക്സിന് അതിലേക്ക് സ്റ്റോർ ചെയ്തു. വീണ്ടും വൈയുടെ വാല്യൂ എടുത്ത് എക്സിലും സ്റ്റോർ ചെയ്യും, ടെമ്പിൻ്റെ വാല്യൂ വൈയിലും സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? എക്സിലും വൈയിലും ഉള്ള വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആവും. അതിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ഞാൻ സ്വാപ്പ് ചെയ്ത വാല്യൂസ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യും. അപ്പം നമുക്കറിയാം ഫംഗ്ഷൻ അകത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ സ്വാപ്പ് ചെയ്ത വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എക്സിലെ വാല്യൂ എന്ന് പറയുന്നത് 4ഉം വൈയിലെ വാല്യൂ 7ഉം ആയിരിക്കും. കാരണം വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആയി. ഇനി അതിനുശേഷം ഇവിടെ സ്വാപ്പിങ്ങിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്തു. സ്വാപ്പ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാപ്പിങ്ങിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്തു. എക്സിൻ്റെയും വൈയിലെയും വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എയും ബിയും എന്ന് പറയുന്ന വേരിയബിൾസ് അല്ല എക്സും വൈയും. ഇത് രണ്ടും വേറെ വേരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സും വൈയും ഇൻ്റർചേഞ്ച് ആയാലും എയും ബിയും ഒരിക്കലും ഇൻ്റർചേഞ്ച് ആവില്ല. സോ സ്വാപ്പ് റൺ ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ആക്ച്വൽ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്താലും എയിലും ബിയിലും പഴയ വാല്യൂസ് തന്നെ ആയിരിക്കും. ഓക്കെ, അത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തതിന് നോക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഓൾറെഡി ആ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. സ്വാപ്പിങ്ങിൻ്റെ കോളിങ്ങിൻ്റെ എക്സാമ്പിളാണ്. നോക്കിക്കോളൂ, iostream.h conio.h മെയിൻ ഫംഗ്ഷൻ. ഇതാണ് മെയിൻ ഫംഗ്ഷൻ. ഞാൻ ഇവിടെ സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷന് ശേഷമാണ് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ലോക്കൽ ഫംഗ്ഷൻ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആവശ്യമുണ്ട്. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഓക്കെ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആവശ്യമുണ്ട്. ഞാൻ എയ്ക്കും ബിക്കും 7 എന്നും ബിക്ക് 4 എന്നും വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തു. ആക്ച്വൽ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഞാൻ ആദ്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്തു. സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇതെന്താണ്? ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. നമുക്കറിയാം ഫംഗ്ഷൻ എപ്പോഴും 3 ഭാഗങ്ങൾ വേണം. ഫംഗ്ഷൻ ഡിക്ലറേഷൻ വേണം, ഫംഗ്ഷൻ ഡെഫിനിഷൻ വേണം, ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കണം. അപ്പോൾ 3 കാര്യങ്ങളാണുള്ളത്. ഇനി ഗ്ലോബൽ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ ആവശ്യമില്ല. ഈ 2 കാര്യങ്ങൾ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഞാൻ ഇവിടെ നോക്കിക്കോളൂ. ഞാൻ സ്വാപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? എയിലും ബിയിലുള്ള വാല്യൂസ് 7ഉം 4ഉം ആയിരുന്നു. 7ഉം 4ഉം ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അപ്പം എയുടെ വാല്യൂ എടുത്ത് എക്സിലും സ്റ്റോർ ആവും, ബിയുടെ വാല്യൂ എടുത്ത് വൈയിലും സ്റ്റോർ ആവും. സോ അവിടെ പുതിയ 2 വേരിയബിൾസ് ക്രിയേറ്റ് ആവും. എക്സും വൈയും എന്ന് പറയുന്ന പുതിയ 2 മെമ്മറി സ്പേസസ് ക്രിയേറ്റ് ആവും. അവിടെ 7ഉം 4ഉം സ്റ്റോർ ആവും. അതിനുശേഷം ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഞാൻ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തു, എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആയി. ഇവിടെ നോക്കിയേ, അതിനുശേഷം ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്താണ്? സ്വാപ്ഡ് വാല്യൂസ് ഓഫ് എക്സ്. ഞാൻ എയും ബിയും അല്ല ഡിസ്പ്ലേ ചെയ്യുന്നത്, സ്വാപ്ഡ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പം എക്സിൽ വൈ എന്തായിരിക്കും കാണിക്കുന്നത്? 4 ആയിരിക്കും കാണിക്കുന്നത്. വൈയിൽ കാണിക്കുന്നത് 7 ആയിരിക്കും. കാര്യം എക്സും വൈയും ഇൻ്റർചേഞ്ച് ആയി. ഓക്കെ, അപ്പം ഈ ഒരു ഫംഗ്ഷൻ റണ്ണായതിന് ശേഷം ഞാൻ വീണ്ടും സ്വാപ്പ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യും, എയും ബിയും. അപ്പോൾ എയിലും ബിയിലും എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്? 7ഉം 4ഉം തന്നെ ആയിരിക്കും. കാരണം എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആയി, പക്ഷേ എയും ബിയും ഇൻ്റർചേഞ്ച് ആയില്ല. കാരണം നമ്മൾ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ജസ്റ്റ് വാല്യൂസ് മാത്രമാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അത് പുതിയ മെമ്മറി സ്പേസസിലായിരിക്കും എപ്പോഴും സ്റ്റോർ ആവുന്നത്. ഓക്കെ, ഞാനിതൊന്ന് റൺ ചെയ്യാം. നോക്ക്, ആക്ച്വൽ വാല്യൂസ് ഓഫ് എ 7, ബി 4. ഇനി സ്വാപ്പിംഗ് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? എക്സിലും വൈയിലും 7ഉം 4ഉം ആയിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആയി. എക്സിൽ 4ഉം ആയി, വൈയിൽ 7ഉം ആയി. അതേസമയത്ത് ദ വാല്യൂസ് ആഫ്റ്റർ സ്വാപ്പിംഗ് എയും ബിയും ഇപ്പോഴും പഴയത് കണക്ക് 7ഉം 4ഉം തന്നെയാണ്. കാരണം എയും ബിയും ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടില്ല, എക്സും വൈയും മാത്രമേ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ,
അതിൻ്റെ മെമ്മറി സ്പേസ് എങ്ങനെയാണ് അലോക്കേറ്റ് ആവുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം 2 മെമ്മറി സ്പേസസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 2 മെമ്മറി സ്പേസസ്? എ എന്ന് പറഞ്ഞൊരു മെമ്മറി സ്പേസ് ഉണ്ട്, അതുപോലെ ബി എന്ന് പറഞ്ഞൊരു മെമ്മറി സ്പേസ് ഉണ്ട്. എയിൽ എന്താണ് സ്റ്റോർ ആയിരിക്കുന്നത്? എയിൽ 7, ബിയിൽ 4. ഈ എയും ബിയും ഞാൻ സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത്? കോൾ ബൈ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ വീണ്ടും 2 മെമ്മറി സ്പേസസ് കൂടി ക്രിയേറ്റ് ആവും. ഏതൊക്കെയാണ് 2 മെമ്മറി സ്പേസസ്? എക്സും വൈയും. എക്സ് എന്നും വൈ എന്നുള്ള 2 മെമ്മറി സ്പേസസ് കൂടി ക്രിയേറ്റ് ആയി. എക്സിലേക്ക് 7 പാസ് ചെയ്ത് കൊടുത്തു, വൈയിലേക്ക് 4 പാസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തു. എന്താണ് ഈ പുതിയ മെമ്മറി സ്പേസിൻ്റെ പേര്? ടെമ്പ് എന്നാണ് ആ മെമ്മറി സ്പേസിൻ്റെ പേര്. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാമിലേക്ക് നോക്കാം. ടെമ്പിൽ എന്താ ചെയ്തത്? ടെമ്പിലേക്ക് എക്സ് സ്റ്റോറായി, എക്സിലേക്ക് വൈ സ്റ്റോറായി. ടെമ്പിലേക്ക് എക്സ് സ്റ്റോർ ചെയ്തു. സോ 7 എടുത്ത് ടെമ്പിൽ സ്റ്റോർ ചെയ്തു. ടെമ്പിലേക്ക് സ്റ്റോർ ആയത് എക്സ് ആണ്. അതിനുശേഷം എക്സിലേക്ക് ഞാൻ വൈ സ്റ്റോർ ചെയ്തു. വീണ്ടും വൈയിലേക്ക് ഞാൻ ടെമ്പിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പം 7 സ്റ്റോർ ചെയ്തു. അപ്പോൾ എക്സും വൈയും പരസ്പരം ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്ത് ഞാൻ സ്വാപ്പ് ചെയ്തു. പക്ഷേ നിങ്ങൾ നോക്കിക്കോളുക, കോൾ ബൈ വാല്യൂ മെത്തേഡിൽ എയും ബിയും ഇപ്പോഴും സെയിം തന്നെയാണ്. എക്കും ബിക്കും ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. എക്സും വൈയും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പ്രോഗ്രാം റൺ ചെയ്ത് കാണിക്കാം. ആക്ച്വൽ വാല്യൂ ഓഫ് എ 7, ബി 4. 7ഉം 4ഉം എക്സിലേക്കും വൈയിലേക്കും പാസ് ചെയ്ത് കൊടുത്തു. അതിനെ പരസ്പരം സ്വാപ്പ് ചെയ്തു. സോ സ്വാപ്ഡ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ 4 ആൻഡ് 7. ബട്ട് ആഫ്റ്റർ സ്വാപ്പിംഗ് ഓൾസോ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി റിമെയിൻസ് സെയിം. ഇതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. ഓക്കെ, ഇനി കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇൻറ്റ് എക്സ് വൈ എന്നുള്ളിടത്ത് ഇതിന് പകരം ഞാൻ ഒരു ആൻഡ് എക്സ് ആൻഡ് വൈ എന്ന് യൂസ് ചെയ്യും. ആൻഡ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നത് അഡ്രസ്സ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എക്സും വൈയും എന്ന് പറയുന്നത് പുതിയൊരു മെമ്മറി ലൊക്കേഷൻ അല്ല, എയുടെയും ബിയുടെയും മെമ്മറി ലൊക്കേഷന് മറ്റൊരു പേര് നമ്മൾ കൊടുക്കുകയാണ്, എക്സും വൈയും. അതായത് എ എന്നും ബി എന്നും പറയുന്ന ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആൻഡ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആൻഡ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും നമ്മുടെ ഫങ്ഷൻ ഡിക്ലറേഷൻ്റെ സ്ഥലത്ത് നമ്മൾ ആൻഡ് സിമ്പിൾ യൂസ് ചെയ്യുക. അപ്പം കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് വേരിയബിൾ പാസ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ആൻഡ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. എറേഴ്സ് ഒന്നുമില്ല, റൺ ചെയ്യാം. ഓക്കെ, ഇനി നോക്കുക. ആക്ച്വൽ വാല്യൂ ഓഫ് എ 7, ബി 4. സ്വാപ്ഡ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ 4 ആൻഡ് 7. അതായത് എക്സും വൈയും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് 4ഉം 7ഉം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എയും ബിയും 7ഉം 4ഉം ആയിരുന്നത് വീണ്ടും ഇൻ്റർചേഞ്ചായി 4ഉം 7ഉം ആയി. അതാണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. ദാറ്റ് മീൻസ് എ എന്നും ബി എന്നും പറയുന്ന
ആ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് മാത്രം കാണിച്ചു കൊടുക്കുകയാണ്, പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയല്ല. ഓക്കെ, ഇതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ആ റൺ ടൈമിലുള്ള കാര്യം ഒന്ന് വരച്ച് കാണിക്കാം. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെമ്മറി സ്പേസസ് എന്ന് പറയുന്നത് എയും ബിയും ഞാൻ ക്രിയേറ്റ് ചെയ്തു. 2 മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തു. എ, ഈ മെമ്മറി ലൊക്കേഷൻ്റെ പേര് ബി. സ്റ്റോർ ചെയ്ത വാല്യൂ ഏതൊക്കെയാണ്? എയിൽ 7 സ്റ്റോർ ചെയ്തു, ബിയിൽ 4 സ്റ്റോർ ചെയ്തു. ഇനി ഇവിടെ സംഭവിക്കുന്നത്, ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഞാൻ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് യൂസ് ചെയ്താണ് കോൾ ചെയ്യുന്നതെങ്കിൽ പുതിയ 2 മെമ്മറി സ്പേസസ് എക്സും വൈയും എന്ന് പറയുന്ന പുതിയ 2 മെമ്മറി സ്പേസസ് ഒരിക്കലും ക്രിയേറ്റ് ആവില്ല. പകരം ഈ ഒരു മെമ്മറി സ്പേസിന് എ എന്ന് പറയുന്ന പേര് കൂടാതെ ആൻഡ് എക്സ് എന്നും കൂടി സ്റ്റോർ ആവും. ഈ ഒരു മെമ്മറി സ്പേസിന് ബി ആൻഡ് വൈ എന്നുകൂടി സ്റ്റോർ ആവും. അതായത് ഈ ഒരു സിംഗിൾ മെമ്മറി ലൊക്കേഷൻ്റെ 2 പേരുകളാണ് എയും എക്സും. ഈ ഒരു മെമ്മറി ലൊക്കേഷൻ്റെ 2 പേരുകളാണ് ബിയും വൈയും. ഓക്കെ, ഇനി ഞാൻ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്ത് ഈ വാല്യൂസിനെ പരസ്പരം സ്വാപ്പ് ചെയ്യിക്കുന്നു. ഇവിടെ 4 ആയി, ഇവിടെ 7 ആയി. ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എക്സും വൈയും ആണ് ഞാൻ സ്വാപ്പ് ചെയ്യിക്കുന്നത്, എക്സും വൈയും ആണ് സ്വാപ്പ് ചെയ്യിക്കുന്നതെങ്കിലും കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ആയതുകൊണ്ട് സെയിം മെമ്മറി ലൊക്കേഷനാണ് സ്വാപ്പ് ആവുന്നത്. അതുകൊണ്ട് എയും ബിയും സ്വാപ്പ് ആവും. സോ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ, സ്വാപ്പിങ്ങിന് ശേഷം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എയും ബിയും പരസ്പരം ഇൻ്റർചേഞ്ച് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കോൾ ബൈ വാല്യൂ മെത്തേഡ്, അതിനുശേഷം കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആൻഡ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യും. നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷനകത്തും നമ്മൾ ആൻഡ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യും. ഈ ആൻഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെമ്മറി സ്പേസിന് പുതിയൊരു പേര് കൂടി കൊടുക്കുകയാണ്, ആൻഡ് എക്സ്, എ ആൻഡ് എക്സ്, അതുപോലെ ബി ആൻഡ് വൈ. ഇതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ലോക്കൽ ഫംഗ്ഷൻ്റെയും ഗ്ലോബൽ ഫംഗ്ഷൻ്റെയും കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.